ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുക. അപ്പോൾ ഇന്നായിരുന്നു ബർത്ത്ഡേ, November 28. അപ്പം ഇന്ന് സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ മിഠായിയൊക്കെ കൊടുത്തു. മെലഡീൻ്റെ മിഠായി ആയിരുന്നു കേട്ടോ. അപ്പം മെലഡീൻ്റെ മിഠായിയൊക്കെ കൊടുത്തു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഗിഫ്റ്റ് തന്നു, പിന്നെ വിഷ് ചെയ്തു, എല്ലാവരും വിഷ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം നമ്മുടെ ബർത്ത്ഡേ വീട്ടിൽ വന്നിട്ട് വേണ്ടേ, വൈകിട്ടാണ് ഞങ്ങൾ കേക്ക് മുറിക്കുന്നത്. കേക്ക് ബട്ടർ സ്കോച്ച് ആയിരുന്നു. അപ്പം അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാണ് ഞങ്ങൾ കേക്ക് മുറിക്കുന്നത്. എല്ലാ വർഷം ആരുടെ ബർത്ത്ഡേ ആയാലും ഞങ്ങൾ അങ്ങനെയാണ് മുറിക്കുന്നത്. അപ്പം ബാക്കിലൊക്കെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി നമ്മൾ ടി വിയിലൊക്കെ വെച്ചു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട്, ഞാനിപ്പോൾ എടുക്കുന്നത് റിംഗ് ലൈറ്റിലാണ് കേട്ടോ. അപ്പം നമ്മുടെ റിംഗ് ലൈറ്റ് എടുക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഇടുക. അല്ലെങ്കിൽ അമ്മ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അനക്കും, വിറപ്പിക്കും. അപ്പം നമ്മുടെ ക്വാളിറ്റി കുറയും. അപ്പോൾ നമ്മൾ മുറിക്കുവാണ് കേക്ക്. കേക്കെന്ന് പറഞ്ഞാൽ അടിപൊളി കേക്കാണ്. കേക്ക് ബട്ടർ സ്കോച്ചാണ്. എനിക്ക് എല്ലാ ബട്ടർ സ്കോച്ച് എനിക്കൊത്തിരി ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ ചുമ്മാ പാടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പാട്ട് പാടിയാണ് ചെയ്തത്. അപ്പം അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എല്ലാവർക്കും ഞാൻ കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയാണെങ്കിൽ ഇത് എൻ്റെ മുഖത്ത് ഇങ്ങനെ തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വല്യമ്മയ്ക്കും അമ്മയ്ക്കും കൊടുക്കണമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ വല്യമ്മയ്ക്കാണ് കൊടുത്തത്. അപ്പോൾ വല്യമ്മ ഇങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വല്യമ്മയ്ക്ക് നമ്മുടെ കേക്കിൻ്റെ ഒരു ബൈറ്റ് എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ബൈറ്റ് എനിക്കും തന്നു. അത് കഴിഞ്ഞ് അതിനൊരു ബൈറ്റ് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ എനിക്ക് തന്നു. അപ്പം അമ്മ അധികം വീഡിയോസിലൊന്നും വരത്തില്ല, പക്ഷെ വരും. അമ്മയുടെ വോയിസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഗിഫ്റ്റ്സാണ്. ചേച്ചി എനിക്ക് ഒരു ബുക്കും ഒരു വലിയ ബോക്സും ഒക്കെ തന്നു. എൻ്റെ അനിയത്തി കുറേ ഗിഫ്റ്റ്സ് തന്നു. എൻ്റെ ചേച്ചീൻ്റെ അനിയത്തിയും കുറേ ഗിഫ്റ്റ്സ് തന്നു. അപ്പോൾ ചേച്ചീൻ്റെ അനിയത്തിൻ്റെ പേര് ഐശ്വര്യ എന്നാണ്, ഞാൻ ഗൗരി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. പിന്നെ ചേച്ചീൻ്റെ പേര് അതുല്യ, എൻ്റെ അനിയത്തിൻ്റെ പേര് ദീപിക. മാളവിക ദീപിക വ്ളോഗ്സിലെ ദീപിക. ഓക്കെ, മനസ്സിലായല്ലോ. ഞാനാണ് മാളവിക, എൻ്റെ അനിയത്തിയാണ് ദീപിക. അപ്പോൾ കുറേ ഗിഫ്റ്റ്സ് തന്നു. അപ്പോൾ ആദ്യം തന്നെ ചേച്ചീൻ്റെ തുറക്കാനാണ് എനിക്ക് ക്രേസ് ഉണ്ടായിരുന്നത്. അപ്പം ചേച്ചീൻ്റെ ആണ് തുറന്നത്. അത് തുറന്നപ്പം ഞാൻ ഞെട്ടിപ്പോയി. അധികം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരെണ്ണമുണ്ട്, ഇതാണ്. അതാദ്യം ഞാൻ തുറന്നപ്പം പെട്ടുപോയി. അതിങ്ങനെ നമ്മൾ ചുരണ്ടിയാൽ അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്, അത് നമുക്ക് കാണാം. ഇതിങ്ങനെ ചുരണ്ടിയപ്പം ഐ ലവ് യു എന്നായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അതൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് കുറേ കാർഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാർഡ്സും പിന്നെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മളെ കെട്ടിപ്പിടിക്കാൻ വരുന്നതിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല കുറേ ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് പിസ്തേൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബുക്സ്, പിന്നെ ഗൗരി ഐശ്വര്യ എന്ന് നോക്കി ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള. അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കളറിലൊരു പേന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനുള്ളിൽ നമ്മുടെ അയ്യപ്പൻ്റെയും കണ്ണൻ്റെയും പടമുള്ള ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനകത്ത് കുറേ ഹാപ്പി ബർത്ത്ഡേ, ഐ ലവ് യു അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളതായിരുന്നു. കുറേ ഒരു വേർഡ് കിട്ടി അവരെങ്ങനെ പോയിരുന്നു. ഇന്നലത്തെ പണിയാണ് കേട്ടോ എല്ലാവരുടെയും. അപ്പം ഞാൻ കുറച്ച് സ്പീഡാക്കിക്കുവാണ്. ഭയങ്കര ലാഗാണ്. ഇപ്പം ലാഗാക്കണ്ടെന്ന് കരുതിയിട്ട് വേഗം ഞാൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ കുറേ മിഠായിസ് കിട്ടി എനിക്ക്. ജെല്ലീൻ്റെയും പീനട്ടിൻ്റെയൊക്കെ കുറേ മിഠായിസൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് എന്നെ ഒരു പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. പ്രാങ്കും കാണിച്ചു തരാൻ ഇതാണ്. അപ്പോൾ എൻ്റെ റിയാക്ഷനൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ തുറന്നപ്പോൾ അതിനകത്ത് നെയിൽ കട്ടറായിരുന്നു. എന്നെ പ്രാങ്ക് ചെയ്തു ഗായ്സ്. അപ്പം എൻ്റെ അനിയത്തി തന്നതുമില്ല, ഞാൻ തുറന്നു നോക്കി. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ കുറേ ഇതാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, അങ്ങനെ കുറേ കളേഴ്സിൽ എൻ്റെ അനിയത്തി എഴുതി ഒരു എൻവലപ്പിനകത്ത് ചെയ്തു തന്നു. എൻവലപ്പ് ഞാനാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് എനിക്ക് കുറേ മിഠായിയൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടുണ്ട്. കുറച്ച് പീസ് ഞങ്ങൾ കട്ട് ചെയ്തു. അമ്മ കട്ട് ചെയ്ത് തന്നപ്പോൾ ഞങ്ങളത് കഴിച്ചു. അവർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം എടുക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ കേക്ക് വന്നിട്ട് ഞാൻ കുറേ നേരം പറയുകയാണ്. കേക്ക് വന്നിട്ട് ബട്ടർ സ്കോച്ചാണ്. ഡിസൈൻ നിങ്ങൾ കണ്ട ഡിസൈനാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റുള്ള, എനിക്കങ്ങനെ ഡിസൈനൊന്നുമില്ലായിരുന്നു. കാരണം നല്ല കേക്കായിരിക്കും, എല്ലാവരും കഴിക്കണം, അങ്ങനത്തെ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ച കേക്ക്.
അപ്പം അങ്ങനത്തെ കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയതും. അപ്പം അമ്മമ്മയും അപ്പൂപ്പനും എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അധികം മധുരം ഇല്ലായിരുന്നു, മധുരം ഉണ്ട് പക്ഷേ മീഡിയം ലെവലിൽ മധുരമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അധികം മധുരം ഒന്നുമില്ലായിരുന്നു. പിന്നെ ഒരു തേൻ പോലത്തെ ഉണ്ടായിരുന്നു, അതും എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ആസ്വദിച്ചാണ് കഴിച്ചത്. അപ്പൂപ്പനും അമ്മയും എല്ലാവരും കഴിച്ചു. പിന്നെ ബാക്കി നല്ല മുറിച്ച് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുവാണ്. ഞാൻ കഴിച്ചപ്പോൾ അമ്മ ഇടയ്ക്ക് കയറി വന്നതാണ്. അപ്പം ഞങ്ങൾ കഴിച്ചു, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഗൈസ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രൈഡ് റൈസ് വെക്കുമായിരുന്നു. പിന്നെ റൈസും സാലഡും പിന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി ഇതിനകത്ത് എടുത്തിട്ടില്ലായിരുന്നു, അപ്പുറത്ത് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാത്രി ആയപ്പോൾ നമ്മൾ കഴിച്ചു. നമ്മൾ കഴിക്കുകയാണ്, ഞാനും പാറുവും ഗൗരിയും ചേച്ചിയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇലക്കകത്താണ് നിന്നത്. അപ്പം രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ സ്കൂളിൽ നിന്നാണ് കഴിച്ചത്, സ്കൂളിൽ ഇരുന്നാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ വൈകിട്ടാണ് ഞങ്ങൾ നമ്മുടെ ഫ്രൈഡ് റൈസ് കഴിച്ചത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. എൻ്റെ ഒരു ചെറിയ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതും. സത്യം പറഞ്ഞാൽ നവംബർ 28-നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, ഇപ്പോഴാണ് കേട്ടോ ഇടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു ലേറ്റർ, ബൈ.